ഗൈസ് വെൽക്കം ബാക്ക് ടു റാഫീസ് വ്ളോഗ്. അപ്പോൾ ഗൈസ് ഇത് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ വീഡിയോ കണ്ടിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ. നമ്മൾ എന്താന്നുള്ളത് നോക്കാം. ഉറപ്പായിട്ടും സത്യം പറഞ്ഞാണ്ടല്ലോ ബിഗ് ബോസിൽ ഏറ്റവും സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് എന്ന് പറയാൻ നമുക്കൊരു മടിയും കൂടാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് റോക്കി. അതായത് ഈ റോക്കിയുടെ ഇപ്പോൾ ഇത്ര ദിവസം ഏകദേശം ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 10 days എബോവ് ആയി, ഒരു 2 weeks എബോവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇത്ര ദിവസത്തിൽ നമ്മൾ എന്താണ് നമ്മുടെ ശരിക്കുള്ള സ്വഭാവം, അതായത് നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത് അത് കാണിക്കുക, അത് പുറത്ത് കാണിച്ചിട്ട് ഇപ്പോൾ തല്ലിൻ്റെ സമയത്ത് തല്ലി തന്നെ തീർക്കുന്ന ഒരു സ്വഭാവമാണ്, പറയേണ്ട സമയത്ത് പറഞ്ഞു തീർക്കുന്ന ഒരു സ്വഭാവമാണ് റോക്കിയുടെ. ഏകദേശം ഒരു 2 weeks നമ്മളില്ലേ ഏറ്റവും കൂടുതലായിട്ട് ഈ പ്രഷറായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഫസ്റ്റ് വീക്ക് തന്നെ നമ്മൾ ശ്രദ്ധിച്ചത് രതീഷിനെയാണ്. അതെന്തായാലും ഫസ്റ്റ് വീക്കിൽ ഔട്ടായിപ്പോയി. ഇപ്പോൾ രണ്ടാമത് റോക്കിയുടെ എന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ എങ്ങനെയാണ് നമ്മളെ സ്വഭാവം, അതായത് പ്രഷർ കാണിക്കുന്ന ആ സമയത്ത് അതുപോലെ തന്നെ പ്രഷർ കാണിച്ച് അടിക്കേണ്ട സമയത്ത് അടിച്ച് തന്നെ തീർക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ റോക്കിയിൽ നമുക്ക് മനസ്സിലായത്. സിജോ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നുന്നത് സിജോ ഒരിക്കലും പ്രതീക്ഷ കാണില്ല റോക്കി അടിക്കും, കൈ വീശും. കാരണം വെച്ചാൽ ബിഗ് ബോസ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കൈ കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ വായി കൊണ്ട് എന്ത് വേണമെങ്കിൽ സംസാരിക്കാം, അതായത് ചീത്ത അതുപോലുള്ള വാക്കല്ലാണ്ട് മാന്യമായ രീതിയിൽ സംസാരിക്കാം. കൈ കൊണ്ടുള്ള ഒരു പ്രവൃത്തിയും പാടില്ല എന്ന് എഗ്രിമെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് ബിഗ് ബോസിൽ കയറുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ പ്രൊമോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒന്നെങ്കിൽ റോക്കി ഇന്നത്തെ എപ്പിസോഡിൽ ഔട്ടാവും ബിഗ് ബോസിൽ, അതല്ലെങ്കിൽ വേറെ ഇങ്ങനെ സീക്രട്ട് റൂം അതുപോലുള്ള റൂം ഒക്കെ ഉണ്ടല്ലോ, അപ്പം അതിലെവിടെയെങ്കിലും ആയിരിക്കും റോക്കിയുടെ സ്ഥാനം. എന്തായാലും പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റോക്കി എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റും. കാരണം വെച്ചാൽ ഈ ഒന്നും പിടിച്ചു നിർത്താതെ അപ്പം തന്നെ പ്രതികരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ റോക്കിയെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കഴിഞ്ഞ സാറ്റർഡേ സൺഡേയിൽ ഔട്ടായി പോയ സുരേഷ്, അതുപോലെ തന്നെ പിന്നെ ഒരാളും കൂടി ഉണ്ട്, ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇന്നത്തെ എപ്പിസോഡാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു അടിച്ച ഒരു പ്രൊമോ ആയിട്ടാണ് ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള എപ്പിസോഡ് ഇന്ന് രാത്രി നമുക്ക് കണ്ടിട്ട് നാളെ ബാക്കി അഭിപ്രായം പറയാം. ഓക്കെ, ബൈ.